Welcome to Processes of Recombinant DNA Technology. First step in this process is the isolation of genetic material. Second, restriction enzyme digestion. Third, amplification of DNA using PCR. Fourth, ligation of DNA molecules. Fifth, insertion of recombinant DNA into host. Sixth step is the isolation of recombinant cells. Seventh, application of recombinant DNA technology. First step is the isolation of genetic material, that is DNA. സെല്ലിൽ എവിടെയാണ് DNA കാണുന്നത്? ഒരു യൂക്യാരിയോട്ടിക് പ്ലാന്റ് സെല്ലെടുത്താൽ ഏറ്റവും പുറമേയായി സെൽ വാളുണ്ട്. അതിനുള്ളിലായി പ്രോട്ടോപ്ലാസം, ക്രൊമാറ്റിൻ റെട്ടിക്കുലത്തിലാണ് DNA കാണുന്നത്. DNA റിലീസ് ചെയ്യണമെങ്കിൽ സെൽ വാളും ന്യൂക്ലിയസും ബ്രേക്ക് ചെയ്യണം. ഇങ്ങനെ ബ്രേക്ക് ചെയ്യുന്നതിന് വേണ്ടി വിവിധ എൻസൈംസ് യൂസ് ചെയ്യാറുണ്ട്. ബാക്ടീരിയ ആണെങ്കിൽ ലൈസോസൈം എൻസൈം, പ്ലാന്റ് സെൽസിന് സെല്ലുലോസ് സെൽ വാൾ ആയതുകൊണ്ട് സെല്ലുലേസ് എന്ന എൻസൈം ഉപയോഗിക്കുന്നു. ഫംഗസിന്റെ സെൽ വാൾ ഡൈജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി കൈറ്റിനേസ് എന്ന എൻസൈമും ഉപയോഗിക്കുന്നു. റിലീസ് ചെയ്യപ്പെടുന്ന DNAയോടൊപ്പം RNA, പ്രോട്ടീൻസ്, ലിപ്പിഡ്സ്, പോളിസാക്കറൈഡ്സ് എന്നിവയും ഉണ്ടാകും. RNA റിമൂവ് ചെയ്യുന്നതിന് വേണ്ടി റൈബോ ന്യൂക്ലിയേസ് എന്ന എൻസൈം ഉപയോഗിക്കാം. അതുപോലെ മറ്റു മോളിക്യൂൾസ് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടി അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എൻസൈംസ് ഉപയോഗിക്കാം. എൻസൈം ഡൈജഷന് ശേഷം തണുപ്പിച്ച എത്തനോൾ ആഡ് ചെയ്താൽ പ്യൂരിഫൈ ചെയ്ത DNA പ്രിസിപ്പിറ്റേറ്റ് ചെയ്യും. DNA എക്സ്ട്രാക്ഷന്റെ വിവിധ ഘട്ടങ്ങളാണ് ചിത്രത്തിൽ കാണുന്നത്. ആദ്യത്തെ ചിത്രത്തിൽ DNA സ്ട്രാൻഡ്സ് ഫോം ചെയ്യുന്നത് കാണാം. രണ്ടാമത്തേതിൽ DNA സ്ട്രാൻഡ്സ് പ്രിസിപ്പിറ്റേറ്റ് ചെയ്യുന്നു. DNA സ്ട്രാൻഡ്സ് സെപ്പറേറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ സ്പെസിഫിക് ആയിട്ടുള്ള റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഉപയോഗിച്ചുകൊണ്ട് അതിനെ ഫ്രാഗ്മെന്റ്സ് ആക്കി മാറ്റുന്നു. ജെൽ ഇലക്ട്രോഫോറസിസിലൂടെ ഈ ഫ്രാഗ്മെന്റ്സിനെ ഐസൊലേറ്റ് ചെയ്ത് എടുക്കാൻ സാധിക്കും. ഇതേ പ്രോസസ് തന്നെയാണ് വെക്റ്റർ DNAയുടെ കാര്യത്തിലും ഉപയോഗിക്കാറുള്ളത്. ഇത് നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞതാണ്. ജെൽ ഇലക്ട്രോഫോറസിസിലൂടെ ഐസൊലേറ്റ് ചെയ്ത സ്പെസിഫിക് DNA സാമ്പിളിൻ്റെ ധാരാളം കോപ്പികൾ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് തേർഡ് സ്റ്റെപ്പ്. സ്പെസിഫിക് DNA സാമ്പിളിൻ്റെ കോപ്പീസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് ആംപ്ലിഫിക്കേഷൻ. PCR എന്ന ടെക്നിക്ക് ഉപയോഗിച്ചാണ് ഇത് ചെയ്യാറുള്ളത്. PCR എന്നാൽ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. പോളിമറൈസ് ചെയിൻ റിയാക്ഷന് 3 സ്റ്റെപ്പുകളാണുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ് ഡീനാച്ചുറേഷൻ, സെക്കൻഡ് അനീലിംഗ് ആൻഡ് തേർഡ് സ്റ്റെപ്പ് എക്സ്റ്റൻഷൻ. സാമ്പിൾ DNAയുടെ കോപ്പീസ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന PCR അപ്പാരറ്റസ് ആണ് ചിത്രത്തിൽ കാണുന്നത്. എത്ര കോപ്പീസ് ആണോ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് അതിനാവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസും ഈ മെഷീനിലേക്ക് ആഡ് ചെയ്യേണ്ടതുണ്ട്. DNA സാമ്പിളിന് പുറമെ പ്രൈമർ, ന്യൂക്ലിയോടൈഡ്സ്, DNA പോളിമറൈസ് എൻസൈം, സ്റ്റെറൈൽ വാട്ടർ, ബഫർ സൊല്യൂഷൻ എന്നിവയും മെഷീനിലേക്ക് ആഡ് ചെയ്യണം. ഷോർട്ട് സിംഗിൾ സ്ട്രാൻഡഡ് DNA സീക്വൻസ് ആണ് പ്രൈമർ. ടെമ്പറേച്ചർ ആൾട്ടർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തെർമോസൈക്ലർ ആണ് PCR മെഷീൻ. PCRലൂടെ DNAയുടെ ധാരാളം കോപ്പീസ് പ്രൊഡ്യൂസ് ചെയ്യാം. ആദ്യത്തെ ചിത്രത്തിൽ ഡബിൾ സ്ട്രാൻഡഡ് DNA കാണാം. ഈ സാമ്പിൾ DNA ആണ് നാം PCR മെഷീനിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനുശേഷം
മെഷീനിലെ ടെമ്പറേച്ചർ 94 ഡിഗ്രി സെൽഷ്യസ് ആയി ഉയരുന്നു. അപ്പോൾ ഈ ഡബിൾ സ്ട്രാൻഡഡ് DNA സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നു. ഈ പ്രോസസ്സിനെയാണ് ഡീനാച്ചുറേഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് സ്റ്റെപ്പ് അനീലിംഗ്. ഇവിടെ ടെമ്പറേച്ചർ 50 to 60 ഡിഗ്രി സെൽഷ്യസ് ആയി താഴ്ന്നു വരുന്നു. നാം ആഡ് ചെയ്തിട്ടുള്ള സിംഗിൾ സ്ട്രാൻഡഡ് പ്രൈമറുകൾ സെപ്പറേറ്റ് ചെയ്യപ്പെട്ട ഓരോ സ്ട്രാൻഡിനോടൊപ്പവും ജോയിൻ ചെയ്യുന്നു. തേർഡ് സ്റ്റെപ്പ് ഈസ് എക്സ്റ്റൻഷൻ. എക്സ്റ്റൻഷൻ നടക്കുന്നത് 74 ഡിഗ്രി സെൽഷ്യസിലാണ്. പ്രൈമറിനോടൊപ്പം ന്യൂക്ലിയോടൈഡുകൾ ആഡ് ചെയ്യപ്പെട്ട പുതിയ സ്ട്രാൻഡ് രൂപപ്പെടുന്നു. റെഡ് കളറിലുള്ളത് നേരത്തെ ഉണ്ടായിരുന്ന സ്ട്രാൻഡും പച്ച നിറത്തിലുള്ളത് പുതിയതും. എക്സ്റ്റൻഷൻ എന്ന പ്രോസസ്സ് നടക്കണമെങ്കിൽ, അതായത് ന്യൂക്ലിയോടൈഡ്സ് ആഡ് ചെയ്യണമെങ്കിൽ, DNA പോളിമറൈസ് എന്ന ഒരു എൻസൈം ആവശ്യമാണ്. ഇവിടെ തെർമസ് അക്വാട്ടിക്കസ് എന്ന ബാക്ടീരിയയിൽ നിന്നുമുള്ള ടാക്ക് പോളിമറൈസ് ആണ് ഉപയോഗിക്കുന്നത്. എന്നാൽ മാത്രമേ ഹൈ ടെമ്പറേച്ചറിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ നമ്മുടെ സാമ്പിൾ DNAയുടെ 2 കോപ്പീസ് ഇപ്പോൾ ഫോം ചെയ്ത് കഴിഞ്ഞു. ഇതേപോലെ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്ത് എത്ര കോപ്പീസ് വേണമെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് ലിഗേഷൻ ഓഫ് DNA. സെയിം റെസ്ട്രിക്ഷൻ എൻസൈം കൊണ്ട് കട്ട് ചെയ്ത വെക്ടറും ഫോറിൻ DNAയും മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് DNA ലിഗേസ് ആഡ് ചെയ്യുന്നു. ഇങ്ങനെ റീകോമ്പിനന്റ് DNAs പ്രൊഡ്യൂസ് ചെയ്യാം. നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ദ ഇൻസർഷൻ ഓഫ് റീകോമ്പിനന്റ് DNA into the host cell. There are several methods to introduce recombinant DNA into the recipient cells. First, bacterial cells made competent to take up the recombinant DNA. Second, micro injection in animal cells. Third, biolistics or gene gun in plant cells. Fourth, by using disarmed pathogen vectors. ബാക്ടീരിയയിലേക്ക് റീകോമ്പിനന്റ് DNA ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ്, ട്രീറ്റിംഗ് ബാക്ടീരിയ വിത്ത് സ്പെസിഫിക് കോൺസെൻട്രേഷൻ ഓഫ് കാൽഷ്യം. It makes pores in its cell wall. Second, incubating the cells with recombinant DNA on ice. Third step, placing them briefly at 42 degrees Celsius, putting them back on ice. ആദ്യം ബാക്ടീരിയ സെൽസ് സ്പെസിഫിക് കോൺസെൻട്രേഷൻ കാൽഷ്യത്തിൽ ട്രീറ്റ് ചെയ്യണം. അതിനുശേഷം റീകോമ്പിനന്റ് DNAയോടൊപ്പം ഈ സെൽസിനെ ഐസിൽ ഇൻക്യുബേറ്റ് ചെയ്യുക. തേർഡ് സ്റ്റെപ്പിൽ 42 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ബ്രീഫ് ടൈം അപ്ലൈ ചെയ്യുക. വീണ്ടും ഈ ബാക്ടീരിയയെ ഐസിൽ പ്ലേസ് ചെയ്യുക. മൈക്രോ ഇഞ്ചക്ഷനിലൂടെയാണ് അനിമൽ സെൽസിലേക്ക് ഫോറിൻ DNA ഇഞ്ചക്ട് ചെയ്യുന്നത്. The DNA is directly injected into the nucleus. പ്ലാന്റ് സെൽസിൽ ജീൻ ഗൺ അല്ലെങ്കിൽ ബയോലിസ്റ്റിക്സ് എന്ന മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ഫോറിൻ DNA ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. The cells are bombarded with high velocity gold or tungsten coated with recombinant DNA. പ്ലാന്റ് സെൽസിലും ആനിമൽ സെൽസിലും ഫോറിൻ ജീൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി ഡിസാംഡ് പാതോജൻ വെക്ടേഴ്സ് ഉപയോഗിക്കപ്പെടുന്നു. Disarmed agrobacterian tumefacients is used in plants and disarmed retrovirus used in animals. Ampicillin resistant gene and tetracycline resistant genes are used as selectable markers in cloning vectors.
The transformants carry the antibiotic resistant genes and they can grow in this antibiotic containing medium, but the untransformed will die. So the genes are used to select transformants from non-transformants. ഒരു ബാക്ടീരിയൽ കൾച്ചർ മീഡിയമാണ്. എല്ലാ സെൽസും പ്ലാസ്മിഡ് ഇല്ലാത്തവയാണ്. PBR322 എന്ന ആർട്ടിഫിഷ്യൽ ക്ലോണിംഗ് വെക്ടറാണ്. ഗ്രീൻ കളറിൽ ആംബിസിലിൻ റെസിസ്റ്റന്റ് ജീനും റെഡ് കളറിൽ ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ് ജീനുമുണ്ട്. ഇവ രണ്ടുമാണ് സെലക്ടബിൾ മാർക്കേഴ്സ്. ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ് ജീനിലാണ് BAM-H1 എന്ന റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസിന്റെ റെക്കഗ്നിഷൻ സൈറ്റ്. അതും ചിത്രത്തിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ BAM-H1 സൈറ്റിലേക്ക് ഫോറിൻ ജീൻ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫോറിൻ ജീൻ ഇൻസേർട്ട് ചെയ്തത് കാരണം ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ് ജീൻ ഇനാക്റ്റീവ് ആകുന്നു. ബാക്ടീരിയ കൾച്ചർ മീഡിയത്തിലേക്ക് പ്ലാസ്മിഡ്സ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. 2 തരത്തിലുള്ള പ്ലാസ്മിഡ്സ് ആണ് ഇവിടെ കാണുന്നത്. ഒന്ന് ഫോറിൻ ജീൻ ഉൾക്കൊള്ളുന്നവ. ഇവയിൽ ആംബിസിലിൻ റെസിസ്റ്റന്റ് ജീൻ മാത്രമേ ആക്റ്റീവ് ആയിട്ടുള്ളൂ. രണ്ടാമത്തേതിൽ ഫോറിൻ ജീൻ ഇല്ല. ഇവയ്ക്ക് ആംബിസിലിൻ റെസിസ്റ്റന്റ് ജീനും ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ് ജീനും ആക്റ്റീവ് ആണ്. The bacteria with plasmid are the transformants and bacteria without plasmid are the non-transformants. Transformants തന്നെ 2 തരത്തില്. ബാക്ടീരിയ വിത്ത് ഫോറിൻ ജീൻ ആൻഡ് വിതൗട്ട് ഫോറിൻ ജീൻ. നോൺ ട്രാൻസ്ഫോമൻസിൽ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റന്റ് ജീൻസ് ഒന്നും തന്നെ ഇല്ല. എന്നാൽ ട്രാൻസ്ഫോമൻസിൽ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റന്റ് ജീനായ ആംബിസിലിൻ എല്ലാ സെൽസിലും ഉണ്ട്. ഈ കൾച്ചർ മീഡിയത്തിലേക്ക് ഒരു ഡ്രോപ്പ് ആംബിസിലിൻ ആഡ് ചെയ്യുകയാണെങ്കിൽ എല്ലാ നോൺ ട്രാൻസ്ഫോമൻസിനെയും എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും. PBR322 with the selectable markers ampicillin resistant gene and tetracycline resistant gene. Foreign gene introduced into the BAM-H1 site of tetracycline resistant gene. Tetracycline resistant ജീനിന്റെ BAM-H1 സൈറ്റിലേക്ക് ഫോറിൻ ജീൻ ഇൻസേർട്ട് ചെയ്തിരിക്കുന്നു. ഇത് കാരണം ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ് ജീൻ ഇനാക്റ്റീവ് ആകുന്നു. ഒരു പുതിയ ജീനിന്റെ ഇൻസേർഷൻ കാരണം ഇനാക്റ്റീവ് ആകുന്നത് കൊണ്ട് ഇതിനെ ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ എന്നാണ് വിളിക്കുന്നത്. ബീറ്റ ഗാലക്ടോസിഡേസ് ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ. In this procedure, the lac is a gene which is inserted in the vector. It codes for the enzyme beta galactosidase. The lac acid gene comprises a few recognition sites for restriction enzymes. If a foreign gene is introduced into lac Z, the gene will be deactivated. അതായത് ലാക് ഇസഡ് ജീൻ ബീറ്റ ഗാലക്ടോസിഡേസ് എന്ന ഒരു എൻസൈമാണ് കോഡ് ചെയ്യുന്നത്. ഇതിൽ ചില റെസ്ട്രിക്ഷൻ എൻസൈമുകളുടെ റെക്കഗ്നിഷൻ സൈറ്റുകളുണ്ട്. ഇതിലേക്ക് നാം ഒരു ഫോറിൻ ജീൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ലാക്സിഡ് ജീൻ ഡീആക്ടിവേറ്റ് ആകും. അങ്ങനെ ഡീആക്ടിവേറ്റ് ആയാൽ ബീറ്റ ഗാലക്ടോസിഡേസ് എൻസൈം പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയില്ല. ചില സെൽസിൽ ഫോറിൻ ജീൻ ഇൻസേർട്ടുകൾ ഉണ്ടായിരിക്കുകയില്ല. ഇവയിൽ ഫങ്ഷണൽ ലാക്സിഡ് ജീൻ ഉണ്ടായിരിക്കുകയും ബീറ്റ ഗാലക്ടോസിഡേസ് എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. ഇങ്ങനെയുള്ള സെൽസ് ബ്ലൂ കളറിലുള്ള കോളനീസ് ആയിട്ട് കാണപ്പെടുന്നു. എന്നാൽ ഫോറിൻ ജീൻ ഇൻസേർട്ട് ഉള്ളവയിൽ ലാക്സിഡ് ജീൻ ഇനാക്റ്റീവ് ആയിരിക്കുകയും ബീറ്റ ഗാലക്ടോസിഡേസ് എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുകയുമില്ല. ഇവ വൈറ്റ് കളറിൽ കാണപ്പെടുന്നു. പ്ലാസ്മിഡ് വെക്ടറാണ് ചിത്രത്തിൽ. അതിൽ ലാക്സിഡ് ജീനും
ആംബിസിലിൻ റെസിസ്റ്റന്റ് ജീനും രേഖപ്പെടുത്തിയിട്ടുണ്ട്. LAC-Z ജീനിൽ ഒരു റെസ്ട്രിക്ഷൻ സൈറ്റും കാണാം. രണ്ടാമത്തെ ചിത്രത്തിൽ ഈ റെസ്ട്രിക്ഷൻ സൈറ്റിലേക്ക് ഒരു ഫോറിൻ DNA ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതുവഴി LAC-Z ജീൻ ഇനാക്ടിവേറ്റ് ആകുന്നു. ഈ റീകോമ്പിനന്റ് പ്ലാസ്മിഡ് ബാക്ടീരിയയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇവയെല്ലാം തന്നെ ആംബിസിലിൻ റെസിസ്റ്റന്റ് ആയിരിക്കും. എല്ലാ ബാക്ടീരിയൽ സെൽസും ആംബിസിലിൻ ഉൾക്കൊള്ളുന്ന ല്യൂട്ടെയിൻ മീഡിയത്തിലേക്ക് മാറ്റുന്നു. ഫോറിൻ ജീൻ ഇൻസേർട്ട് ഇല്ലാത്ത നോൺ റീകോമ്പിനൻസ് ബീറ്റ ഗാലക്ടോസിഡേസ് പ്രൊഡ്യൂസ് ചെയ്യുകയും ബ്ലൂ കോളനീസായി കാണപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ ഫോറിൻ ജീൻ ഇൻസേർട്ട് ഉള്ളവ വൈറ്റ് ആയി കാണപ്പെടുന്നു. ഇങ്ങനെ ഇവയെ സെലക്ട് ചെയ്യാം. ഫോറിൻ ജീൻ വെക്ടേഴ്സിൽ ഇൻസേർട്ട് ചെയ്ത ശേഷം സ്യൂട്ടബിൾ ഹോസ്റ്റിലേക്ക് ഈ വെക്ടേഴ്സിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഹോസ്റ്റ് സെൽസായി ബാക്ടീരിയയോ പ്ലാന്റ് സെൽസോ ആനിമൽ സെൽസോ സെലക്ട് ചെയ്യാം. ഈ സെൽസിന് ആവശ്യമായിട്ടുള്ള കണ്ടീഷൻസ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ സെൽസ് മൾട്ടിപ്ലൈ ചെയ്യുന്നതോടൊപ്പം ഫോറിൻ DNA-യും മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഈ ട്രാൻസ്ജീനിക് ഹോസ്റ്റിൽ നിന്ന് ഡിസൈറബിൾ ആയിട്ടുള്ള റീകോമ്പിനന്റ് പ്രോട്ടീൻസ് ലാർജ് സ്കെയിലിൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനാവും. A bioreactor provides the optimal conditions for achieving the desired product by providing optimum growth conditions such as temperature, pH, vitamins, oxygen, water, etc. In bioreactors, large volumes of raw materials are biologically converted into specific products using microbes, plant cells or animal cells. ഒരു സ്റ്റേർഡ് ടാങ്ക് ബയോറിയാക്ടറാണിത്. അടിയിൽ കർവേച്ചറോട് കൂടിയ ഒരു ലാർജ് സിലിണ്ട്രിക്കൽ വെസൽ. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം മധ്യഭാഗത്തായി കാണുന്ന സ്റ്റെററാണ്. ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിനകത്തുള്ള കണ്ടൻസ് മിക്സ് ചെയ്യുന്നത്. എല്ലാ ഭാഗത്ത് ഓക്സിജനും വാട്ടറും ന്യൂട്രിയൻസും മറ്റും എത്തിക്കുന്നതിന് വേണ്ടി ഈ അജിറ്റേറ്റർ സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. പാർട്സ് ഓഫ് എ ബയോറിയാക്ടർ: എ ലാർജ് വെസൽ, ആൻ അജിറ്റേറ്റർ സിസ്റ്റം, ആൻ ഓക്സിജൻ ഡെലിവറി സിസ്റ്റം, എ ഫോം കൺട്രോൾ സിസ്റ്റം, എ ടെമ്പറേച്ചർ കൺട്രോൾ സിസ്റ്റം, pH control system, sampling pods which are used to collect samples from the bioreactor, a cleaning and sterilization system, and a sum and dump line for emptying of a reactor. The core component of the stirred tank bioreactor is the agitator system, which performs a wide range of functions: heat and mass transfer, aeration, and mixing for homogenization. ബയോറിയാക്ടറിൽ നിന്ന് പ്രോഡക്റ്റുകൾ സെപ്പറേറ്റ് ചെയ്യുകയും പ്യൂരിഫൈ ചെയ്യുകയും ചെയ്യുന്ന എല്ലാ പ്രോസസ്സുകളെയും ഉൾപ്പെടുത്തിയാണ് ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് ദി ബയോസിന്തറ്റിക് സ്റ്റേജ്, ദി പ്രോഡക്റ്റ് has to be subjected through a series of processes like separation and purification. All these processes are collectively referred to as downstream processing. The product has to be formulated with suitable preservatives. Strict quality control testing for each product is also required.